രാഷ്ട്രീയക്കാരാണ്. കാരണം ഓരോരുത്തർക്കും അതിൻ്റെ അവകാശം. കോൺഗ്രസ്സിൽ ആരാണ് ആകേണ്ടതെന്ന് പറയാനുള്ള അവകാശം ഹൈക്കമാൻഡിനായിരിക്കെ വെള്ളാപ്പള്ളി നടേശനാണ് താനാണ് ആരുമല്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ അഭിപ്രായത്തിൽ പ്രസക്തിയില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ അവരാര് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഒരു സുനാമി ഇവിടെ നടന്നു. അപ്പോൾ എൽ ഡി എഫിന് ഒരിക്കലും പറ്റാത്ത അതിഗംഭീരമായ ഒരു തോൽവി, യു ഡി എഫ് ആണെങ്കിൽ പ്രതീക്ഷിക്കാത്ത അതിലും ഗംഭീരമായൊരു വിജയം. ആ വിജയത്തിന് മാത്രമല്ല, ഈ ജയിച്ച പല ആളുകൾക്കും അപ്രതീക്ഷിതമായ വൻപിച്ച ഭൂരിപക്ഷം. ഇതെല്ലാം നമ്മൾ നിങ്ങൾ അവരോ കിട്ടിയവരോ മേടിച്ചവരോ ആരും പ്രതീക്ഷിച്ചല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇന്നൊരു വലിയൊരു സുനാമി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അറിയുന്നു എല്ലാവരും. പിന്നെ തോറ്റതിൻ്റെ കാരണം അവർ അവക്രമിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. കാരണം തോൽവിയും ജയവും എല്ലാം തന്നെ ജനാധിപത്യത്തിൽ വരും. ആ ജനാധിപത്യത്തിൽ വരുമ്പോൾ തോറ്റതിനെ പറ്റി അപഗ്രഹിച്ച് ഇനി നാളെ ജയിക്കാനുള്ള തന്ത്രങ്ങളോ അല്ലെങ്കിൽ ചെയ്ത കുറ്റങ്ങളോ തിരുത്തി മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും നല്ലത്. നന്ദി, നമസ്കാരം. യുഡിഎഫിന് 100 സീറ്റ് കിട്ടിയാൽ അന്ന് എസ്എൻഡിപി ജനറൽ സെക്രട്ടറി രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ പലതും പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ